അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര കോടികളുടെ കപ്പലിൽ കൊച്ചിയും അതുപോലെ അറബിക്കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരടിച്ചുപൊളി യാത്ര. വെൽക്കം ടു നെഫ്രറ്റിറ്റി. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോസറി പാലത്തിനടുത്തുള്ള ബോൾഗാട്ടി ജെട്ടിയിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളുടെ നെഫ്രറ്റിറ്റി ക്രൂയിസ് യാത്ര ആരംഭിക്കുന്നത്. ഈ ഒരു ഷിപ്പിന് അത്യാവശ്യം കാണാൻ നല്ല വലുപ്പമൊക്കെ ഉണ്ട്. ഈ ഒരു ഷിപ്പ് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തത് ഒരു ഈജിപ്ഷ്യൻ തീമോട് കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു യാത്ര ഏകദേശം ഒരു 6 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് എടുത്ത ടൈം എന്ന് പറയുന്നത് 3 മണി തൊട്ടിട്ട് 9 മണി വരെയായിരുന്നു. അപ്പോൾ ഈ ഒരു ഷിപ്പിൻ്റെ മുൻഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നോക്കാൻ സാധിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെയിൻറ്റിങ് വർക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഷിപ്പിൻ്റെ പുറം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ടിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മളുടെ ടിക്കറ്റിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൊണ്ടുവരണം. അതുപോലെ ആധാർ കാർഡും അവർ ചെക്ക് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ യാത്ര ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമുക്ക് സെക്യൂരിറ്റി ചെക്കപ്പാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മളുടെ നെഫറിറ്റിറ്റി ക്യൂവിൻ്റെ അതിമനോഹരമായ ഒരു സ്റ്റാച്യു നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മളുടെ ഒന്നാമത്തെ ഡെക്കായ ബാങ്കറ്റ് ഹാളിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സേഫ്റ്റി കാര്യങ്ങളെക്കുറിച്ചും ഈ ഷിപ്പിനെക്കുറിച്ചും അതുപോലെ ചെറിയൊരു ഇവൻ്റൊക്കെയാണ് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെന്ന് കയറുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാങ്കറ്റ് ഹാൾ തന്നെയാണ്. ഒരു 200 ആൾക്കുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ബാങ്കറ്റ് ഹാളിന്. ഈ ഒരു ബാങ്കറ്റ് ഹാളുടെ തീമും ആ ഒരു ഈജിപ്ഷ്യൻ തനിമയോടുകൂടി തന്നെയാണ് നിർമ്മിച്ചത്. നമുക്കിവിടെ ഒരുപാട് സ്റ്റാച്യൂസും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയൊക്കെ നമുക്കിവിടെ വാളിലൊക്കെ അറ്റാച്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ സീറ്റ് ലൊക്കേഷനിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയോട് കൂടി തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ ലൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചേച്ചി വന്ന് നമ്മളുടെ ഈ ഒരു ഷിപ്പിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നു. സേഫ്റ്റി എങ്ങനെയാണ് ഷിപ്പിൽ ട്രാവൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം മുക്കാബില പാട്ടോട് കൂടി ആ വൈബ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ആ പ്രോഗ്രാമുകളൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ ടെർമിനലാണ്. അങ്ങനെ നമ്മളുടെ കപ്പലിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ ഡക്കിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് നമ്മളുടെ രണ്ടാമത്തെ ഡക്കിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു ബാർ കൗണ്ടർ നമുക്ക് കാണാൻ സാധിക്കും. ചിന്നാടൻ്റെ കാലാപ്പനി നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബേസ് തീമും ഈ ഒരു ഈജിപ്ഷ്യൻ സ്റ്റൈലിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു റിഫ്രഷ്മെൻറ്റിൻ്റെ ടൈമൊന്നും ആയിട്ടില്ല. അപ്പം നമ്മളെ ക്യാപ്റ്റൻ നമ്മളെ സണ്ടക്കിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊച്ചിയുടെ ഓരോ പ്രദേശങ്ങളെയും അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഞാൻ പോയിട്ട് ഈ ഒരു കപ്പലിൻ്റെ മുൻഭാഗമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ കേട്ടോ നടക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കപ്പലിൻ്റെ മുൻഭാഗത്തൊക്കെ നിന്നിട്ടുള്ളൊരു യാത്ര ഒരു ഡിഫറെൻ്റ് അനുഭവം തന്നെയായിരുന്നു. ആ വേവിൻ്റെയൊക്കെ ഒരു ഫീല് നമുക്ക് നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റെഡ് കളറിലുള്ളത് നമ്മുടെ ലൈഫ് സേവിങ് ബോട്ടാണ്. നമുക്ക് മുമ്പിൽ ഈ കാണുന്ന ഈ ഒരു സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് നമ്മളുടെ സൺഡെക്കിലേക്ക് കയറാം. ഇനിയുള്ള കാഴ്ചകളെല്ലാം നമ്മളുടെ സൺഡെക്കിലുള്ള കാഴ്ചകളായിരിക്കും. അപ്പോൾ നമുക്കിനി ഈ ഒരു ഷിപ്പിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നോക്കാം. ഈ നെഫറിറ്റിറ്റി എന്ന് പറയുന്നത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു MS ക്ലാസിക് സ്പെഷ്യൽ ട്രേഡ് പാസഞ്ചർ ഷിപ്പാണ്. അപ്പോൾ ഈ ഒരു നെഫറിറ്റിറ്റിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഓപ്പൺ ടെറസ് ആയിട്ടുള്ള ഒരു ഷിപ്പ് നമ്മളുടെ കൊച്ചിയിൽ. ഈ ഒരു ഷിപ്പിന് ഒരു 20 നോട്ടിക്കൽ മൈൽസ് വരെ ക്രൂയിസ് ചെയ്തിട്ട് വരാനുള്ള പെർമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ട്രിപ്പിനുള്ള പാസഞ്ചർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ 2000 ടു 3000 ഇടയിൽ വരും. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ വീക്കെൻഡിലൊക്കെ ഉണ്ടാവും. ഞങ്ങളെടുത്തപ്പോൾ 2800 ആ ഒരു റേഞ്ച് ആയിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഷിപ്പിൻ്റെ മെയിൻ നാവിഗേഷൻ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഈ ഒരു റഡാർ പോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് നമ്മളുടെ കപ്പലിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സൺഡെക്കിൽ നിന്ന് നമ്മളെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ക്യാപ്റ്റൻ പറഞ്ഞു താഴത്തെ റെസ്റ്റോറൻറ്റിൽ നമ്മളുടെ ടീയും സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയിലും ആ ഒരു ടീയുടെ ടൈമിലൊക്കെ തന്നെ അവർ നല്ല ലൈറ്റ് മ്യൂസിക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ടീയും അതിൻ്റെ ഒരു സ്നാക്സൊക്കെ കളക്ട് ചെയ്തു. ഇതിൽ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു കൊച്ചി തീരം വിടുമ്പോൾ നല്ലൊരു വേവ്സ് ആയിരിക്കും. അപ്പം നമ്മളുടെ ആൾക്ക് നല്ല തലകറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ടീ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും സൺഡെക്കിലേക്ക് വന്നു. ആ ഒരു സൂര്യനെയൊക്കെ നോക്കിക്കൊണ്ട് കപ്പലിൻ്റെ ആ മുൻഭാഗത്ത് നിന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത്. നമ്മളുടെ പുറകിൽ ഒരുപാട് പക്ഷികളും പരുന്തൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം നോക്കിയപ്പോഴാണ് മത്തിയുടെ ചാകരയായിരുന്നു. ചെറിയ ചെറിയ മീനുകളൊക്കെ എന്ത് ചെയ്യാതെ ഇങ്ങനെ തുള്ളി തുള്ളി ഇങ്ങനെ ആ പക്ഷികളുടെ ഇടയിൽ കൂടെ ജമ്പ് ചെയ്ത് വരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഫൈനലി നമ്മളുടെ ഒരു സൺസെറ്റ് വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു മുൻഭാഗത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മളുടെ നാഷണൽ ഫ്ലാഗ് താഴ്ത്തുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ അടിച്ചുപൊളി പരിപാടികൾ വീണ്ടും ആരംഭിക്കുകയാണ്. ആ ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു DJ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറൊരു വൈബായിരുന്നു. എല്ലാ ആൾക്കാരും എൻഗേജ്ഡ് ആയിരുന്നു. വളരെ നല്ല രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. ആ ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ അവർ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാറ്റടിച്ചാൽ പോലും കളിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഗണ്ണൻ സ്റ്റൈൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഒരു ട്രാക്കോട് കൂടി നമ്മളുടെ ഈ ഒരു ഷിപ്പ് നമ്മളുടെ ബോൾഗാട്ടി ജെട്ടിയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളുടെ കപ്പലിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഒരു DJ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മളിനി നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഈ ഒരു പാക്കേജിൽ ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ എല്ലാ ഫുഡും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ഒരു വെള്ളാപ്പം, ഒരു പൊറാട്ട, പിന്നെ അതിന് ശേഷം നമ്മുടെ മുമ്പിൽ ഇതാ നല്ലൊരു ഫിഷ് മസാല കിടപ്പുണ്ട്. അതിനുശേഷം കുറച്ച് ഗീ റൈസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഒരു ചിക്കൻ കുറുമ ഉണ്ടായിരുന്നു. അതിന് ശേഷം ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനിക്ക് ഇതിൽ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫിഷ് മസാല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പൊറാട്ടയ്ക്കും വെള്ളയപ്പത്തിനോടൊക്കെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ ഡിഫറെൻറ്റ് സാലഡ്സൊക്കെ അവരുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഡെസേർട്ട്സ്, ഐസ്ക്രീംസൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഈ ഒരു നെഫ്രറ്റിറ്റിയോട് വിട പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ ഒരു കാണുന്ന ഷിപ്പിലാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു 6 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ഇവൻ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതുപോലെ നിങ്ങളും ഒന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.